ഇനി മറ്റ് അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ന് സൗദിയിൽ നടക്കുന്ന സമാധാന ചർച്ചയെ ചൊല്ലി തർക്കം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നീക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്. യൂറോപ്യൻ നേതാക്കൾ പാരീസിൽ പ്രത്യേക യോഗം വിളിച്ചു. സൗദിയിലെ യോഗത്തിലേക്ക് യുക്രൈനും ക്ഷണമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ട്രംപ് വിളിച്ച യോഗമാണ് ഇന്നിപ്പോൾ സൗദിയിൽ നടക്കാനിരിക്കുന്നത്. എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭിന്നതയ്ക്ക് കാരണം? ജിൽസി, താൻ അധികാരത്തിലേറിയാൽ ആ ദിവസം തന്നെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം അത് റഷ്യയുമായി മാത്രം ചർച്ച നടത്തിയിട്ടാണ് എന്ന ഒരു വ്യാഖ്യാനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൗദിയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ US-ൻ്റെ പ്രതിനിധികളും അതേപോലെ തന്നെ റഷ്യയുടെ പ്രതിനിധികളുമാണ് പങ്കെടുക്കുന്നത്. ആ ചർച്ചയിൽ യുക്രൈൻ ഇല്ല എന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. ഇതാണ് യൂറോപ്പിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പിൻ്റെ ഭാഗമായ യൂറോപ്പിന് ഒരുപാട് ആശങ്കകളുള്ള ഈ പ്രശ്നത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ മുഖവിലക്കെടുക്കാതെ ട്രംപ് നടത്തുന്ന വൺമാൻ ഷോ അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായ ഒരു മീറ്റിംഗ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് അതിൽ നേതൃത്വം നൽകുന്നത്. UK-യുടെ നേതാക്കളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ നിബന്ധനകൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. പ്രത്യേകിച്ചും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയായിരിക്കും? അത് റഷ്യയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയാവില്ല. യുക്രൈൻ്റെ അതിർത്തി രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും യുക്രൈന് ഒരു വാൾ പണിയുക എന്നുള്ളത്, യുക്രൈൻ റഷ്യ അതിർത്തിയിൽ ഒരു മതിൽ പണിയുക എന്നുള്ളത്, അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ തലയിലിടാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ തരത്തിൽ നാറ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ടും യൂറോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ യുക്രൈൻ യുദ്ധം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ റഷ്യ മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുക, അത് തന്നെ ഒരു ട്രംപിൻ്റെ വൺമാൻ ഷോയിൽ നടക്കുക എന്നുള്ളതെല്ലാം യൂറോപ്പിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത് പാരീസിൽ. ഈ രണ്ട് യോഗങ്ങൾ നടക്കുമ്പോൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തെ ചൊല്ലിയുള്ള തർക്കം അത് അമേരിക്ക യൂറോപ്പ് തർക്കമായി മാറുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര ലോകം ഇപ്പോഴുള്ളത്.